അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് എവിടെ ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ സെമിയും ഫൈനലും കളിക്കുമെന്നാണ് ചിലരുടെയൊക്കെ പ്രൊഡിക്ഷൻ. അപ്പോൾ എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമ്മുടെ യൂട്യൂബ് പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ഐ ആം RJ ആൻഡപ്പൻ. ഇപ്പോഴും ആൻഡപ്പൻ അങ്ങനെ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 വേൾഡ് കപ്പിന്റെ ആദ്യത്തെ ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിരിക്കും. ആൻഡ് ഐ എം സോ ഹാപ്പി. അതിൽ അർജന്റീനയും മെസ്സിയെക്കുറിച്ചും റൊണാൾഡോയെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് പോകാന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എന്താണ് ഇങ്ങനെയുള്ള റൂമേഴ്സിന്റെ കാര്യങ്ങളും എന്നൊക്കെയുള്ളതാണ്. ഈ വേൾഡ് കപ്പ് വരുമ്പോഴേക്കും ഇനി ഒരുപാട് റൂമേഴ്സിന്റെ അയ്യര് കളിയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ക്വാർട്ടർ ഫൈനലിൽ ഈ പറയുന്നത് പോലെ തന്നെ അർജന്റീനയ്ക്കും പോർച്ചുഗലിനും ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതവിടെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് സംസാരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 ജർമ്മനിയും 2022 അർജന്റീനയും അടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള എക്കോണമിസ്റ്റ് തന്നെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ 2026 ആരടിക്കുന്നത്? പോർച്ചുഗൽ അല്ല കേട്ടോ, നമ്മുടെ നെതർലൻഡ്സ് ആണ് കപ്പടിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഫൈനലിൽ കളിക്കുന്ന ടീം എതിരാളി എന്ന് പറയുന്നത് പോർച്ചുഗൽ ആയിരിക്കും. ആൻഡ് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ കൈ കിട്ടിക്കുമ്പോൾ അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ സെമിയിലേക്ക് പോയി പിന്നീട് ഫൈനലിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു അർജന്റീന ആരാധകനും എനിക്കടക്കം അത്രയും കൂടി ഇഷ്ടമുണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാലോ, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിനാണെന്നുണ്ടെങ്കിലും സൗത്ത് അമേരിക്കൻസിന് അത്ര പ്രശ്നം വരില്ലെങ്കിലും ആ മണ്ണിൽ കളിച്ച് ജയിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി എഫേർട്ട് ഇട്ട് കളിക്കേണ്ടതാണ്. സോ യൂറോപ്പിൽ നിന്നൊരു ടീമായിരിക്കും അടിക്കുന്നുള്ളത് ഓണസ്റ്റ്ലി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് എൻ്റെ പ്രൊഡിക്ഷനാണ്. യൂറോപ്പിൽ നിന്നായിരിക്കില്ല എന്നുള്ളതാണ്. ഐദർ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു രാജ്യമായിരിക്കാം ജയിക്കാൻ സാധ്യത, ഓർ എൽസ് അതൊരു സൗത്ത് അമേരിക്കൻ. കാരണം നല്ല വെയിറ്റ് ഇട്ട് നല്ല എഫേർട്ട് ഇട്ട് കളിക്കേണ്ടി വരും. ഈ എന്താ പറയുക, ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോൾ പാസിങ് ആ സംഭവങ്ങളിൽ മാത്രം നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ജയിച്ച് വരാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആ ഒരു ബേസിലാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അർജന്റീനയും പോർച്ചുഗലിൻ്റെയും ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അടിപൊളി കാര്യം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് അർജന്റീനയുടെ കൂടെ മുട്ടി നിൽക്കാൻ പോർച്ചുഗലിന് സാധിക്കില്ല എന്നുള്ളത്. അത് ഞാൻ പോർച്ചുഗലിനെ കുറ്റമായിട്ടോ കുറവായിട്ടോ അങ്ങനെയൊന്നും പറയുന്നതല്ല. അതാണ് അതിൻ്റെ ഒരു എന്താടാ പറയുക, അതൊരു ഫാക്റ്റാണ്. പക്ഷേ അത് നമുക്കറിയാം, അർജന്റീനയ്ക്ക് 3 വേൾഡ് കപ്പ് ഉണ്ട്. പറയാൻ ഒരെണ്ണം പോലും ഇല്ലാത്ത രാജ്യം തന്നെയാണ് പോർച്ചുഗൽ. പക്ഷേ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒക്കെ പോർച്ചുഗലിന് വേണ്ടിയിട്ട് അണ്ണൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അണ്ണനും പോർച്ചുഗലും, അണ്ണനെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, പോർച്ചുഗലും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അതൊക്കെ ഭയങ്കര മാസ് പരിപാടികളൊക്കെ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഹെഡ് കാര്യങ്ങൾ വേൾഡ് കപ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ നിലവിൽ ഇതുവരേക്കും അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ഒരു സ്റ്റേജിൽ അർജന്റീനയ്ക്കും പോർച്ചുഗലിനും ഏറ്റുമുട്ടേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വേൾഡ് കപ്പ് അർജന്റീനയ്ക്കുള്ളപ്പോൾ ഒരെണ്ണം പോലും ആർക്കില്ല, പോർച്ചുഗലിനില്ല എന്നുള്ളതാണ്. ബെസ്റ്റ് ഫിനിഷ് എന്ന് പറയുന്നത് 2022 ഈ വേൾഡ് കപ്പ് അടിച്ചതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. 1986 അതുപോലെ തന്നെ 78 ആണ് അർജന്റീനയ്ക്ക് മൊത്തത്തിൽ 3 വേൾഡ് കപ്പ് ഉള്ളത്. പക്ഷേ ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ ഉള്ളതല്ല പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ദ വെരി ബെസ്റ്റ്. അതേതാണ്? ഈ പറയുന്ന പോലെ തന്നെ 1966 കേട്ടോ, ഇസബായോ ദ ബ്ലാക്ക് പാന്തർ പുള്ളിക്കാരൻ്റെ കൂടെ ഉള്ളതാണ്. ഇനി വേൾഡ് കപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫൈനൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഫൈനലുകൾ കളിച്ചിട്ടുള്ള രാജ്യമാണ് അർജന്റീന. ഫൈനലുകൾ കളിക്കാനേ സാധിക്കാത്ത ഒരു രാജ്യമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. അതൊരു ഇച്ചിരി ഞാനതാ പറഞ്ഞത്, നമ്മൾ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും പോർച്ചുഗലിനെ നമുക്ക് ഇല്ല വേൾഡ് കപ്പിൽ ഇല്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ. ഞാനിത് ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല, പക്ഷേ അതാണ് അതിൻ്റെ സത്യം. ഇനി അതുപോലെ തന്നെ ഈ അപ്പിയറൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് അപ്പിയറൻസിൽ മാത്രം 18 കളിച്ചിട്ടുള്ള ടീമാണ് അർജന്റീന. ബട്ട് ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 8 പ്രാവശ്യമാണ് അവരുള്ളത്. ആൻഡ് അതിൽ നമ്മൾ റൊണാൾഡോ അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അണ്ണൻ വന്നു കഴിഞ്ഞിട്ടും അണ്ണൻ്റെ കയ്യിൽ കളി വന്നു കഴിഞ്ഞിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പോർച്ചുഗൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ അവരുടെ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലേ, അത്യാവശ്യം നല്ല കിഡിലോസ്കി സ്കോഡ് തന്നെയാണ്. ഇനി അതിൽ ഹയസ്റ്റ് ഗോൾ സ്കോറേഴ്സ് ആരൊക്കെയാണ് ഈ 2 രാജ്യങ്ങൾക്ക് വേണ്ടി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 1 is
ലയണൽ മെസ്സി 13 ഗോളുകൾ അടിച്ച് മെസ്സിയാണ് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പ് സ്കോറർ. ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസബയോ ആണ്, 8 ഗോളുകളാണ്. തൊട്ടു പുറകിൽ ആരുണ്ട്? ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ ഇനിയും പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ അർജന്റീന പോർച്ചുഗൽ നമ്മൾ ഒന്ന് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗൽ ഒരു ഇച്ചിരി താഴെ തന്നെയാണ് ചരിത്രപരമായിട്ട്. പക്ഷെ അതൊന്നും 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നമ്മൾ പറയില്ലേ കമ്പാരിസൺ എങ്ങനെയായിരിക്കണം എന്നുള്ളിടത്താണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മെസ്സിയും റൊണാൾഡോയുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെയും പല കാര്യത്തിലും എസ്പെഷ്യലി വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഒരു അപ്പർ ഹാൻഡ് മെസ്സിക്ക് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഞാൻ ആ ഒരു പക്ഷേ അടിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും 2026 ഫൈനൽ കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് എന്ന് ഈ പറയുന്ന പോലെ തന്നെ പല പ്രഡിക്ഷൻസിലും പോർച്ചുഗൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് അവരുടെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, ഐ എം നോട്ട് സെയിങ് ദെയർ ഡിഫൻസ്, മിഡ്ഫീൽഡും ഫ്രണ്ട് ലൈനും അടിപൊളിയാണ്. നല്ലോണം വർക്ക് എടുത്ത് കളിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അവർ ക്ലബിൽ അവരുടെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നല്ല ഗംഭീര പെർഫോമൻസ്. ഇത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചുള്ള PSG മിഡ്ഫീൽഡിലുള്ള 2 കുന്തമുനകളാണ് എവിടെ വരാൻ പോണത്? ഈ പറയുന്നത് പോലെ തന്നെ പോർച്ചുഗലിൽ വരാൻ പോകുന്നത്. ഡിഫൻസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാലീഗ അടിച്ചിട്ടുള്ള ജോ കാൻസലോ ഉണ്ട്, അതുപോലെ തന്നെ PSG അടിച്ചിട്ടുള്ള നമ്മുടെ ന്യൂനോ മെൻഡസ് ഉണ്ട്. അങ്ങനെ പല താരങ്ങളും ആക്ച്വലി ഇതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ പ്രൊഡിക്ഷൻ വെച്ചിട്ട് പോർച്ചുഗലിന് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സ്ക്വാഡും ഞാൻ എങ്ങനെയായിരിക്കും പോർച്ചുഗലിൽ ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, എന്തുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് അർജന്റീനയെ ക്വാർട്ടർ ഫൈനലിൽ കിട്ടിയാൽ. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു അത് ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ഇത് ഇപ്പം പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ ആണ് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഓർ എൽസ് അത് റൊണാൾഡോയുടെ കരിയറിൽ ഈ പറയുന്ന പോലെ തന്നെ ഗോൾഡ് ഡിബേറ്റിൽ നമുക്കിനി ഒന്നും വെക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോവും. സോ ഈവൻ ദോ ഐ എം എ മെസ്സി ഫാൻ, ഐ റിയലി ഡോണ്ട് വോണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അത് ഏതർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എൻ്റെ ഒരു സാധനം ക്വാർട്ടർ ഫൈനലിൽ ഇവർ ഈ പറയുന്നത് പോലെ ഒന്നാമത് പോർച്ചുഗലും അർജന്റീനയും തമ്മിലായിരിക്കില്ല ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിൽ ജയിച്ചു പോകാൻ പോകുന്നത് അർജന്റീന തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്കുള്ളത്? ആര് പോവും? പോർച്ചുഗൽ ആയിരിക്കുമോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ ഇസ് അബൌട്ട് 2026 പോർച്ചുഗൽ സ്ക്വാഡ് ആൻഡ് ദെയർ പോസിബിലിറ്റീസ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചിൽ കുപ്പിച്ചിൽ.